തൃശൂർ ജില്ലയിലെ മാടക്കത്തറ പഞ്ചായത്തിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. കട്ടിലപ്പൂവത്ത് ബാബു വെളിയത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഫാമിലെ പന്നികളിലാണ് രോഗം സ്ഥിരീകരിച്ചത്. തൃക്കൂർ വെള്ളാനിക്കോട് പുളിച്ചുവട് ഇരുമ്പ് തോട്ടികൊണ്ട് കടച്ചക്ക പറിക്കുന്നതിനിടെ വൈദ്യുതി കമ്പിയിൽ തട്ടി ഷോക്കേറ്റ് വയോധിക മരിച്ചു. പുളിച്ചുവട് എടത്തുരുത്തിക്കാരൻ അന്തോണിയുടെ ഭാര്യ 65 വയസ്സുള്ള സെലീനയാണ് മരിച്ചത്. കൊടുങ്ങല്ലൂരിൽ നിന്നും കോടതി സമുച്ചയം എറിയാടിലേക്ക്. എറിയാട്ടുള്ള സ്ഥലം കൊടുങ്ങല്ലൂരിലെ കോടതി സമുച്ചയം നിർമ്മിക്കുന്നതിനായി 54.5 സെന്റ് ഭൂമി ജുഡീഷ്യൽ വകുപ്പിന് കൈമാറി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉത്തരവായി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. തൃശൂർ ജില്ലയിലെ മാടക്കത്തറ പഞ്ചായത്തിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. 14-ാം വാർഡിലെ കട്ടിലപ്പൂവത്ത് ബാബു വെളിയത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഫാമിലെ പന്നികളിലാണ് രോഗം സ്ഥിരീകരിച്ചത്. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം പന്നികളെ കള്ളിങ് ചെയ്ത് മറവ് ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചു. ഫാമിലെ 310 പന്നികളെയാണ് കള്ളിങ്ങിന് വിധേയമാക്കി മറവ് ചെയ്യുന്നത്. ഡോക്ടർമാർ, ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാർ, അറ്റൻഡർമാർ എന്നിവരടങ്ങുന്ന RRT സംഘം കള്ളിംഗ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇതിനുശേഷം പ്രാഥമിക അണുനശീകരണവും നടത്തും. ഫാമിന് ചുറ്റുമുള്ള 1 കിലോമീറ്റർ രോഗബാധിത പ്രദേശമായും 10 കിലോമീറ്റർ ചുറ്റളവ് രോഗനിരീക്ഷണ മേഖലയായും പ്രഖ്യാപിച്ചിട്ടുണ്ട്. രോഗം സ്ഥിരീകരിച്ച പന്നി ഫാമിൽ നിന്നും മറ്റു ഫാമുകളിലേക്ക് കഴിഞ്ഞ 2 മാസത്തിൽ പന്നികളെ കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കും. തൃശൂരിലേക്കോ ജില്ലയിൽ നിന്ന് പുറത്തേക്കോ പന്നിമാംസവും പന്നികളെയും അനധികൃതമായി കടത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് ചെക്ക് പോസ്റ്റുകളിലും ജില്ലയിലെ മറ്റു പ്രവേശന മാർഗങ്ങളിലും പോലീസ്, RTO എന്നിവരുമായി ചേർന്ന് മൃഗസംരക്ഷണ വകുപ്പ് കർശന പരിശോധന നടത്തും. മീഡിയ ടൈം, തൃശൂർ. കൊടുങ്ങല്ലൂരിൽ നിന്നും കോടതി സമുച്ചയം എറിയാടിലേക്ക് മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന് അധീനതയിൽ എറിയാട്ടുള്ള സ്ഥലം കൊടുങ്ങല്ലൂരിലെ കോടതി സമുച്ചയം നിർമ്മിക്കുന്നതിനായി 54.5 സെന്റ് ഭൂമി ജുഡീഷ്യൽ വകുപ്പിന് കൈമാറി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉത്തരവായി. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം പ്രവർത്തിച്ചിരുന്ന എറിയാടുള്ള ഭൂമിയിലാണ് കോടതി സമുച്ചയം നിർമ്മിക്കുക. നിലവിൽ ഈ സ്ഥലത്തിന് നടുവിലായി പ്രവർത്തിച്ചു വരുന്ന ബഡ് സ്കൂൾ കെട്ടിടം തൊട്ടടുത്ത സ്ഥലത്ത് ജുഡീഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതിയുടെ ചെലവിൽ നിർമ്മിക്കണമെന്നും ഉത്തരവിലുണ്ട്. ബഡ് സ്കൂൾ കെട്ടിടം പൊളിക്കുമ്പോഴും പുനർനിർമ്മിക്കുമ്പോഴും പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർക്ക് കൈമാറി. മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നിർദ്ദേശാനുസരണം ബ്ലോക്ക് സെക്രട്ടറി ഭൂമി കണ്ടെത്തി അതിർത്തി നിർണ്ണയിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം. വടക്കേനടയിലെ നിലവിലുള്ള കെട്ടിടത്തിൽ സ്ഥല സൗകര്യം ഇല്ലെന്നും വിവിധ കേസുകൾക്കായി എത്തുന്നവർക്ക് കോടതി വരാന്തയിൽ പോലും കയറിപ്പറ്റാൻ ഏറെ ബുദ്ധിമുട്ടാണെന്നും വർഷങ്ങളായി ആക്ഷേപം നിലനിന്നിരുന്നു. കോടതി സമുച്ചയത്തിനായി നഗരസമീപത്തു തന്നെ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടും നടപടിയില്ലാത്തതിനെ തുടർന്നാണ് എറിയാടുള്ള സ്ഥലം ജുഡീഷ്യൽ വകുപ്പിന് വിട്ടു നൽകാൻ തീരുമാനിച്ചത്. ഭൂമി കൈമാറ്റം സംബന്ധിച്ച് വിവിധ വകുപ്പുകൾ തമ്മിൽ ധാരണയായ സാഹചര്യത്തിൽ കോടതി സമുച്ചയ നിർമ്മാണം വൈകാതെ ആരംഭിക്കും. മുൻസിഫ് കോടതിയും 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ കൊടുങ്ങല്ലൂർ നഗരമധ്യത്തിലും, ഗ്രാമീണ ന്യായാലയം മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് കെട്ടിടത്തിലും, പോക്സോ കോടതി വാടക കെട്ടിടത്തിലുമാണുള്ളത്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ചാലക്കുടി നഗരസഭ ചെയർമാൻ എബി ജോർജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ദുരിതത്തിൽ കഴിയുന്ന ഒരു കുടുംബത്തിന് ആശ്വാസമായി. പേരാമ്പ്ര വീട്ടിൽ സുബ്രഹ്മണ്യന്റെയും ലളിതയുടെയും മകൻ ദീപു വാഹന അപകടത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടിരുന്നു. മരണത്തിന് നഷ്ടപരിഹാരമായി 12 ലക്ഷം രൂപ കോടതി വിധിച്ചു. അവകാശികളായ വീട്ടുകാരെ കണ്ടെത്തുവാൻ കഴിയാതെ തൃശൂരുള്ള അഡ്വക്കേറ്റ് രാജഗോപാൽ ആഴ്ചകളായി ഇവരെ അന്വേഷിക്കുകയായിരുന്നു. ഒടുവിൽ അദ്ദേഹം ചാലക്കുടി നഗരസഭാ ചെയർമാനുമായി ബന്ധപ്പെട്ടു. പോട്ടയിലാണ് ഇവർ ആദ്യം താമസിച്ചിരുന്നതെന്ന് മാത്രമേ അറിഞ്ഞുള്ളൂ. പോട്ടയിലെയും സമീപ വാർഡുകളിലെയും കൗൺസിലർമാർ അന്വേഷണം നടത്തിയിട്ടും വീട്ടുകാരെ കണ്ടെത്താൻ സാധിക്കാതെ വന്നതോടെയാണ് വ്യാഴാഴ്ച രാവിലെ ചെയർമാൻ എബി ജോർജ് സുബ്രഹ്മണ്യനെയും ഭാര്യ ലളിതയെയും ആരെങ്കിലും അറിയുമോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള വീഡിയോ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തത്. വീഡിയോ വൈറലായതോടെ സുബ്രഹ്മണ്യനും ഭാര്യ ലളിതയും ഇപ്പോൾ മേലൂർ പഞ്ചായത്തിലെ അടിച്ചിലി കയ്യാണിക്കടവിൽ വാടകയ്ക്ക് താമസിക്കുന്നുണ്ടെന്ന വിവരം പഞ്ചായത്ത് പ്രസിഡന്റും ബ്ലോക്ക് ഡിവിഷൻ മെമ്പറും ചെയർമാനെ അറിയിച്ചു. ഇതിനു പുറമെ ലളിത ജോലി ചെയ്യുന്ന വീടിന്റെ ഉടമസ്ഥൻ കൂടിയായ അഡ്വക്കേറ്റ് സുനിലും ചെയർമാനെ വിളിച്ച് ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞിരുന്നു. ഇതിനെ തുടർന്ന് വെള്ളിയാഴ്ച രാവിലെ സുബ്രഹ്മണ്യനും ഭാര്യ ലളിതയും ചേർന്ന് ചെയർമാൻ എബി ജോർജിന്റെ അടുത്ത് വരികയായിരുന്നു. മേലൂർ പഞ്ചായത്തിൽ നിന്ന് ലൈഫ് പദ്ധതിയിൽ വീട് അനുവദിച്ചെങ്കിലും ആദ്യഘട്ട നിർമ്മാണത്തിനുള്ള പണം പോലും ഇല്ലാതെ ദുരിതത്തിൽ കഴിയുകയായിരുന്നു ഈ കുടുംബം. മകനായി ഉണ്ടാക്കി തന്ന പണം ഉപയോഗിച്ച് കയറിക്കിടക്കുവാൻ ഇവർക്കൊരു സ്വന്തമായി വീടൊരുക്കുവാൻ ഇൻഷുറൻസ് തുക കൊണ്ട് സാധിക്കും.
ഇവരുടെ മൊബൈൽ പോയതോടെ ബന്ധപ്പെടാൻ അഡ്വക്കേറ്റിന് സാധിക്കാതെ വന്നതും ഇവർ പോട്ടയിൽ നിന്ന് താമസം മാറ്റിയതും തിരിച്ചറിയാൻ വൈകുന്നതിന് കാരണമായി. നഗരസഭയിൽ എത്തിയ രണ്ടുപേരെയും തൃശൂരിലുള്ള അഡ്വക്കേറ്റിന്റെ അടുത്തേക്ക് ചെയർമാൻ എബി ജോർജും മറ്റുള്ള കൗൺസിലർമാരും ചേർന്ന് പറഞ്ഞയക്കുകയായിരുന്നു. മകൻ നഷ്ടമായതിന് പകരമാവില്ല ഇൻഷുറൻസ് തുകയെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ തുക അവർക്ക് വലിയ പുണ്യമായി. മകൻ മരിച്ചതോടെ മകന്റെ ഭാര്യ 2 മക്കളെയും ഉപേക്ഷിച്ചു പോയതായി ഇവർ പറഞ്ഞു. കണ്ടെത്താൻ സഹായിച്ച എല്ലാവരോടും നിറകണ്ണുകളുടെ സുബ്രഹ്മണ്യനും ലളിതയും നന്ദി പറഞ്ഞു. മീഡിയ ടൈം, ചാലക്കുടി. ഇനി നാട്ടിൽ നടന്നത്. തൃക്കൂർ വെള്ളാനിക്കോട് പുളിച്ചുവടി ഇരുമ്പ് തോട്ടിക്കൊണ്ട് കടച്ചക്ക പറിക്കുന്നതിനിടെ വൈദ്യുതി കമ്പിയിൽ തട്ടി ഷോക്കേറ്റ് വയോധിക മരിച്ചു. പുളിച്ചുവട് എടത്തുരുത്തിക്കാരൻ അന്തോണിയുടെ ഭാര്യ 65 വയസ്സുള്ള സെലീനയാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാവിലെയാണ് സെലീനയെ ഷോക്കേറ്റ് നിലയിൽ കണ്ടത്. സമീപത്തെ പറമ്പിൽ നിന്ന് കടച്ചക്ക പറിക്കുന്നതിനിടെയാണ് അപകടം. സമീപത്ത് താമസിക്കുന്ന മക്കളാണ് ആദ്യം കണ്ടത്. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. വാരന്തരപ്പള്ളി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം തൃശൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. അഷ്ടമിച്ചിറ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ കർഷക സംഗമവും കാർഷിക ക്ലാസും സംഘടിപ്പിച്ചു. മാള കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ആർ സോണിയ ഉദ്ഘാടനം ചെയ്തു. ബാങ്കിന്റെ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാവിധ അറിയിച്ചുകൊണ്ട് കർഷകർക്കും കൂടുതൽ സേവനങ്ങളും ചെയ്യാൻ സാധിക്കട്ടെ എന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് പ്രഖ്യാപിക്കുന്നു. ബാങ്ക് പ്രസിഡന്റ് വി എം വത്സൻ അധ്യക്ഷത വഹിച്ചു. ഭരണസമിതി അംഗങ്ങളായ കെ വി ഡേവിസ്, ജോർജ് നെല്ലിശ്ശേരി, ടി കെ ശിവജി, എം കെ ബാബു, സെക്രട്ടറി എൻ എസ് അനുഷ എന്നിവർ സംസാരിച്ചു. തൃശൂർ നബാർഡ് അസിസ്റ്റന്റ് ജനറൽ മാനേജർ സെബിൻ ആന്റണി, മതിലകം കൃഷി ഓഫീസർ സിബി അജിത് എന്നിവർ ക്ലാസ് നയിച്ചു. വാളൂർ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലീഡർ ജന്മദിനം ആചരിച്ചു. അനുസ്മരണ സമ്മേളനം കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സാനി ചക്കാലയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. വേലായുധൻ മാടത്തുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. വി ജി സുമേഷ് കുമാർ, വി എ പോളി, രാഹുൽ വിജയൻ, ഫസൽ, താഹിറ, അബ്ബാസ്, പി കെ അബ്ദുൽ ഖാദർ, ഡോക്ടർ അബ്ബാസ്, ഇ വിജയൻ എന്നിവർ സംസാരിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് ഇസാഫ് ഫൗണ്ടേഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ വയോജന ചൂഷണ വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. വയോജന ക്ലബ് പ്രസിഡന്റ് സുരേഷ് അധ്യക്ഷത വഹിച്ചു. ഹൈമാവതി ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. നമ്മൾ ഒന്നുമല്ല എന്നൊരു തോന്നൽ ഓരോരുത്തർക്കും മനസ്സിൽ അനുഭവപ്പെട്ടു തുടങ്ങുന്നത്. ഇങ്ങനെ ഇത് മാത്രമാണ്. ഇതിന് പുറമെ എന്ത് ചെയ്യും? മക്കളൊക്കെ നല്ല ഉദ്യോഗസ്ഥന്മാരും വലിയ വലിയ ലെവലിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? മിക്കവാറും അമ്മമാര് അല്ലെങ്കിൽ പാരൻസ് ഒറ്റയ്ക്ക് ജീവിക്കേണ്ട സ്ഥിതിയിലേക്ക് എത്തും. ആരുമില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കേണ്ട സ്ഥിതിയിലേക്ക് എത്തും. ഇവിടെ ഞാന് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ വഴിയിൽ പങ്കുവച്ച ഒരു സാധനം ഞാൻ ഓർമ്മിക്കുന്നത് ഒരു സ്റ്റോറിയാണ്. എനിക്ക് അന്നൊരു സ്റ്റോറി ആയിരുന്നു. പഞ്ചായത്ത് ആരോഗ്യകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നബീസത്ത് ജലീൽ, പഞ്ചായത്ത് അംഗങ്ങളായ അമ്പിളി സജീവ്, ലിസി സേവ്യർ, കെ വി രഘു, സാബു പോൾ, ഇസാഫ്, സാന്ത്വന കോർഡിനേറ്റർ റോസ്മേരി, കോർഡിനേറ്റർ ഷൈനി ജോസ്, പുഷ്പ യോഹനൻ എന്നിവർ സംസാരിച്ചു. വയോജനങ്ങൾക്കെതിരെയുള്ള ചൂഷണങ്ങൾ തടയുന്നതിനും അവരുടെ അവകാശ ആനുകൂല്യങ്ങളെക്കുറിച്ചുമുള്ള വിവരങ്ങളാണ് ക്ലാസ്സിൽ വിശദീകരിച്ചത്. മാള ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഞാറ്റുവേല ചന്ത ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നബീസത്ത് ജലീൽ അധ്യക്ഷത വഹിച്ചു. ഞാറ്റുവേല ചന്തയിൽ വിവിധ കാർഷിക സ്ഥാപനങ്ങളായ കുഴൂർ KFRI, അഷ്ടമിച്ചിറ സഹകരണ ബാങ്ക്, മാള ബ്ലോക്ക് കാർഷിക കർമ്മസേന, വിവിധ കർഷകർ, BPKP ഗ്രൂപ്പുകൾ, കൃഷിക്കൂട്ടം എന്നിവരുടെ നടീൽ വസ്തുക്കളുടെ സ്റ്റാളുകളിൽ തെങ്ങിൻ തൈകൾ, വിവിധയിനം ഫലവൃക്ഷ തൈകൾ, ടിഷ്യൂ കൾച്ചർ, വാഴത്തൈകൾ, പച്ചക്കറി തൈകൾ, പച്ചക്കറി വിത്തുകൾ, അലങ്കാര പൂച്ചെടികൾ, ഔഷധ സസ്യങ്ങൾ, ജൈവവളം, പരമ്പരാഗത നടീൽ വസ്തുക്കൾ എന്നിവ ലഭ്യമാണ്.
കൊടുങ്ങല്ലൂർ BRCയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കായുള്ള മെഡിക്കൽ ക്യാമ്പുകൾ സമാപിച്ചു. BRC പരിധിയിൽപ്പെട്ട സ്കൂളുകളിലെ പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി ക്ലാസുകളിൽ പഠിക്കുന്ന പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് കേൾവി, സംസാര പരിമിതി, ബുദ്ധി പരിമിതി, അസ്ഥിപരമായ പരിമിതി എന്നീ വിഭാഗങ്ങളിലായാണ് ക്യാമ്പുകൾ നടത്തിയത്. കൊടുങ്ങല്ലൂർ താലൂക്ക് ഹോസ്പിറ്റലിലെ ഓർത്തോ വിഭാഗം ഡോക്ടർ സുധീർ, മാടവന ഹെൽത്ത് സെന്ററിലെ ENT വിഭാഗം ഡോക്ടർ സംഗീത, പറപ്പൂക്കര ഹെൽത്ത് സെന്ററിലെ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ പീറ്റർ, സൈക്കോളജിസ്റ്റ് സിസ്റ്റർ സ്റ്റെല്ല, ഓഡിയോളജിസ്റ്റ് ഐശ്വര്യ, ഓർത്തോ ടെക്നീഷ്യൻ പ്രിൽജോ എന്നിവർ ക്യാമ്പിന് നേതൃത്വം കൊടുത്തു. 95ഓളം കുട്ടികൾ 3 ക്യാമ്പുകളിലായി പങ്കെടുത്തു. കുട്ടികൾക്ക് അനുയോജ്യമായ സഹായ ഉപകരണങ്ങൾ, മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റിന് അർഹരായ കുട്ടികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ, ഡയപ്പർ ആവശ്യമുള്ളവർ, തെറാപ്പി സേവനങ്ങൾ ആവശ്യമുള്ളവർ എന്നീ അർഹരായ കുട്ടികളെ ഈ ക്യാമ്പുകളിലൂടെ കണ്ടെത്തി. പടിഞ്ഞാറ് വെമ്പലൂർ MES ഹയർ സെക്കൻഡറി സ്കൂളിൽ ബഷീർ അനുസ്മരണം വായന പക്ഷാചരണ സമാപന സമ്മേളനവും നടന്നു. പ്രശസ്ത പ്രാദേശിക എഴുത്തുകാരൻ ആദിത്യൻ കാതിക്കുൾ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് മുഹമ്മദ് റാഫി അധ്യക്ഷനായി. ഹെഡ് മിസ്ട്രസ് അനീസ, എഴുത്തുകാരിയും നാണൻ മെമ്മോറിയൽ വായനശാല പ്രസിഡന്റുമായ ഷീല, സ്കൂൾ പ്രിൻസിപ്പൽ VK റഫീഖ്, സ്കൂൾ സെക്രട്ടറി മുഹമ്മദ് ഇബ്രാഹിം, മാനേജ്മെന്റ് പ്രതിനിധി നാസർ എന്നിവർ സംസാരിച്ചു. മുഹമ്മദ് കൈപ്പമംഗലം, പ്രകാശൻ മതിലകം എന്നിവർ പരിപാടികൾ അവതരിപ്പിച്ചു. തുടർന്ന് പുസ്തക പ്രദർശനം നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ ജില്ലയിലെ മാടക്കത്തറ പഞ്ചായത്തിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. കട്ടിലപ്പൂവത്ത് ബാബു വെളിയത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഫാമിലെ പന്നികളിലാണ് രോഗം സ്ഥിരീകരിച്ചത്. തൃക്കൂർ വെള്ളാനിക്കോട് പുളിച്ചുവട് ഇരുമ്പ് തോട്ടിക്കൊണ്ട് കടച്ചക്ക പറിക്കുന്നതിനിടെ വൈദ്യുതി കമ്പിയിൽ തട്ടി ഷോക്കേറ്റ് വയോധിക മരിച്ചു. പുളിച്ചുവട് എടത്തുരുത്തിക്കാരൻ അന്തോണിയുടെ ഭാര്യ 65 വയസ്സുള്ള സെലീനയാണ് മരിച്ചത്. കൊടുങ്ങല്ലൂരിൽ നിന്നും കോടതി സമുച്ചയം എറിയാടിലേക്ക്. എറിയാട്ടുള്ള സ്ഥലം കൊടുങ്ങല്ലൂരിലെ കോടതി സമുച്ചയം നിർമ്മിക്കുന്നതിനായി 54.5 സെന്റ് ഭൂമി ജുഡീഷ്യൽ വകുപ്പിന് കൈമാറി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉത്തരവായി. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.